Hi everyone. 9th standard ജിയോഗ്രഫിയിലെ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ആദ്യത്തെ യൂണിറ്റിൽ നിന്നുള്ള ആറാമത്തെ അതേപോലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇനി ഒരു ചാപ്റ്ററിൽ അവശേഷിക്കുന്നത്. ഓക്കെ, ഒരുപാട് ടേംസ്, ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് the remaining concept that we have to learn is precipitation. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഏതാണ്? precipitation എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ precipitation എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ നമ്മൾ വർഷണം എന്ന് പറയാം. വർഷണം, ഓക്കെ, precipitation അല്ലെങ്കിൽ വർഷണം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ ഒരു കൺസെപ്റ്റ് കൂടി പറയുന്നതോടുകൂടി ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്തായാലും നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. Continuous condensation causes the droplets in the clouds to grow in size. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് വാട്ട് ഈസ് കണ്ടൻസേഷൻ എന്ന്. അറ്റ്മോസ്ഫിയർ ഫുള്ളി സാച്ചുറേറ്റഡ് ആവുന്ന ആ ഒരു സ്റ്റേജിലാണ് വാട്ടർ വേപ്പേഴ്സിന് കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ, ആ കണ്ടൻസേഷൻ ഇങ്ങനെ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ കോസസ് ദി ഡ്രോപ്ലെറ്റ്സ് ഇൻ ദി ക്ലൗഡ്സ് ടു ഗ്രോ ഇൻ സൈസ്. അതായത് വീണ്ടും വീണ്ടും കണ്ടൻസേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലൗഡ്സിലൊക്കെയുള്ള, മേഘങ്ങളിലൊക്കെയുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുമല്ലോ, ചെറിയ ജലകണികകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ സൈസ് ഇങ്ങനെ കൂടാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ക്ലൗഡ്സിലൊക്കെയുള്ള, അറ്റ്മോസ്ഫിയറിലൊക്കെയുള്ള ഈ വാട്ടർ മോളിക്യൂൾസിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പറയുന്നു ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സോ ഫോംഡ് ആർ ലെസ് ദാൻ 0.001 സെന്റിമീറ്റർ ഇൻ ഡയമെൻഷൻ. അത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, ടൈനി ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാവുക, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുക. അത് പിന്നീട് ഈ ഒരു കണ്ടൻസേഷൻ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദി ക്ലൗഡ്സ് ടു ഗ്രോ ഇൻ സൈസ്. നേരത്തെ പറഞ്ഞ ആ ഒരു സൈസിൽ നിന്ന് വീണ്ടും കുറച്ച് അതിന്റെ സൈസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും, കുറച്ച് വലുതാവാൻ തുടങ്ങും. Then, being unable to resist the gravitational force of the earth, the water droplets get released from the clouds and fall on the earth in different form. ശരിയാണേ? അപ്പൊ എന്താ പറഞ്ഞത്? ഈ ഒരു കണ്ടിന്യൂസ് കണ്ടൻസേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ, കണ്ടൻസേഷൻ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ the droplets in the clouds to grow in size, that leads to, or that causes the droplets in the clouds to grow in size. അതായത് ക്ലൗഡ്സിലൊക്കെയുള്ള, അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സിലുള്ള ഈ ഡ്രോപ്ലെറ്റ്സ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് കൂടും. ബീയിങ് അണേബിൾ ടു റെസിസ്റ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്, ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദി ക്ലൗഡ്സ് ആൻഡ് ഫോൾ ഓൺ ദി എർത്ത് ഇൻ ഡിഫറെന്റ് ഫോംസ്. അപ്പൊ ഇതിന്റെ സൈസ് കൂടുമ്പോൾ, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് കൂടുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ 0.001 സെന്റിമീറ്റർ ഡയമെൻഷന് അതിന്റെ സൈസ് വീണ്ടും കൂടുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയതുകൊണ്ടാണ് അത് അറ്റ്മോസ്ഫിയറിൽ റിമെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിന് സാധിക്കൂല. അപ്പൊ എന്ത് സംഭവിക്കും? അത് അറ്റ്മോസ്ഫിയറിന്, ക്ലൗഡ്സ് റിലീസ് ചെയ്യപ്പെടും, നമ്മുടെ ഭൂമിയിലേക്ക് വീഴും. ഇൻ ദി ഫോം ഓഫ് സ്നോഫോൾ ഓർ റെയിൻഫോൾ, ഹെയിൽ സ്റ്റോൺ എക്സെട്ര. അങ്ങനെ പല രൂപത്തിലായിരിക്കും വീഴുന്നത്. സോ ബീയിങ് അണേബിൾ ടു റെസിസ്റ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്, നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അതിന് നഷ്ടമാവും, അതിന്റെ വെയിറ്റ് കൂടുമ്പോൾ. ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദി ക്ലൗഡ്സ് ആൻഡ് ഫോൾ ഓൺ ദി എർത്ത് ഇൻ ഡിഫറെന്റ് ഫോംസ്. അങ്ങനെ അതിന്റെ വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു? ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദി ക്ലൗഡ്സ്, മേഘങ്ങളിൽ നിന്നും താഴോട്ട് പതിക്കുന്നു. ആൻഡ് ഫോൾ ഓൺ ദി എർത്ത് ഇൻ ഡിഫറെന്റ് ഫോംസ്, നമ്മുടെ ഭൂമിയിലേക്ക് പല രൂപത്തിൽ അത് വന്ന് വീഴുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് precipitation. അപ്പൊ ഇതാണ് precipitation. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു 4 സെന്റൻസും നമുക്ക് ആവശ്യമാണ്. വാട്ട് ഈസ് precipitation എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് വർഷണം എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന 4 സെന്റൻസും ഓർത്ത് വെക്കുക. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 3 പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺ. ഹെയിൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ആലിപ്പഴം എന്ന, ആലിപ്പഴ വീഴ്ചയാണ് നമ്മളിവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. ആലിപ്പഴം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഐസ് ക്രിസ്റ്റൽസ് ആണ്. നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ബാക്കി കാര്യങ്ങൾ. സോ റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ different forms of precipitation. These are the different forms of precipitation. The common manifestation of precipitation is in the form of water drops. This is rainfall. അതായത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു precipitation നടക്കുന്നത്
സ്നോഫോളും ഹെയിൽ സ്റ്റോണും അതേപോലെ തന്നെ റെയിൻഫോൾ ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. അതായത് മഴയായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. When the temperature falls below 0 degrees Celsius, when the temperature falls below 0 degrees Celsius, precipitation reaches the earth in the form of tiny crystals of ice. This is snowfall. Okay, rainfall എന്താ നമ്മൾ പറഞ്ഞു? The common manifestation of precipitation is in the form of water drops. This is rainfall. അതായത് ജലത്തുള്ളികളായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. അങ്ങനെ ജലത്തുള്ളികളായിട്ട് വാട്ടർ ഡ്രോപ്സ് ആയിട്ട് ക്ലൗഡ്സ് നിന്ന് ഇവ റിലീസ് ചെയ്യപ്പെടുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെയിൻഫോൾ, മഴ എന്ന് പറയുന്നത് സംഭവം അതാണ്. അതേസമയത്ത് എന്താണ് സ്നോഫോൾ? മഞ്ഞുവീഴ്ച. When the temperature falls below 0 degrees Celsius, അതായത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രസിപ്പിറ്റേഷൻ റീച്ചസ് ദി എർത്ത് ഇൻ ദി ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെ ടെമ്പറേച്ചർ ഉള്ള പ്ലേസസിൽ വാട്ടർ ഡ്രോപ്സ് ആയിട്ടല്ല പ്രസിപ്പിറ്റേഷൻ നടക്കുക, മറിച്ചോ ഇൻ ദി ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയി വളരെ നേർത്ത മഞ്ഞിന്റെ കണികകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നേർത്ത ഹിമകണങ്ങളായിട്ടാണ് അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് സ്നോഫോൾ, മഞ്ഞുവീഴ്ച എന്ന് പറയാം. അല്ലെങ്കിൽ മഞ്ഞുവീഴ്ച, അതന്നെ സ്നോഫോൾ, മഞ്ഞുവീഴ്ച. ദെൻ ഹെയിൽ സ്റ്റോൺ ആണ് നമുക്കിനി പറയാനുള്ളത്. അത് അത്ര കോമൺ അല്ല നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് അത്ര കോമൺ അല്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷെ എന്നാലും ചില ജില്ലകളിലൊക്കെ, വയനാട് അതേപോലെ ഇടുക്കി പോലെയുള്ള ചില ജില്ലകളിലൊക്കെ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇടയ്ക്ക് ഹെയിൽ സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്, ആലിപ്പഴ വീഴ്ച ഉണ്ടാവാറുണ്ട്. ഈ ജില്ലകളിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ, എങ്കിലും റെയർ ആണ്. If the water droplets released from the clouds happen to pass through colder layers of the atmosphere, ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? If the water droplets released from the clouds, നേരത്തെ പറഞ്ഞതുപോലെ ക്ലൗഡ്സ് നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ് ചെയ്യപ്പെടുമ്പോൾ happen to pass through colder layers of the atmosphere, അറ്റ്മോസ്ഫിയറിലുള്ള ഏതെങ്കിലും തണുത്ത ഭാഗങ്ങളിലൂടെയാണ് ആ വെള്ളത്തുള്ളികൾ പാസ് ചെയ്ത് പോകുന്നത് എങ്കിൽ they may reach the earth in the form of ice pellets. അങ്ങനെ ആ തണുത്ത ലെയേഴ്സിലൂടെ, കോൾഡ് അറ്റ്മോസ്ഫിയറിലുള്ള കോൾഡർ ലെയേഴ്സിലൂടെയാണ് ഈ ക്ലൗഡ്സ് നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പാസ് ചെയ്ത് പോകുന്നത് എങ്കിൽ അവിടെ പറയുന്നു they may reach the earth in the form of ice pellets. അതായത് ഐസ് പെല്ലറ്റ്സ് ആയിട്ട് മഞ്ഞുകട്ടകളായി, തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകളായിട്ട് അത് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തുള്ളികൾ ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു, പക്ഷെ അത് എങ്ങനെയാ പാസ് ചെയ്ത് പോകുന്നത്? ഇവിടെ പറയുന്നു ക്ലൗഡ്സ് ഹാപ്പൻ ടു പാസ് ത്രൂ കോൾഡർ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ ടെമ്പറേച്ചർ അല്ല. ചില ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്, ചില ഭാഗങ്ങളിൽ വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൾഡർ ലെയേഴ്സിലൂടെയാണ്, അറ്റ്മോസ്ഫിയറിന്റെ കോൾഡർ പാർട്സിലൂടെയാണ്, കോൾഡർ ലെയേഴ്സിലൂടെയാണ് ഈ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ ദാറ്റ് മേ റീച്ച് ദി എർത്ത് ഇൻ ദി ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ്. അതിലൂടെ പാസ് ചെയ്ത് വരുമ്പോഴേക്കും ആ വെള്ളത്തുള്ളികൾ എന്തായി മാറും? ഐസ് പെല്ലറ്റ്സ് ആയിട്ട്, ചെറിയ മഞ്ഞുകട്ടകളായിട്ട് മാറും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ. ദിസ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ഈസ് കോൾഡ് ഹെയിൽ സ്റ്റോൺസ്. ആലിപ്പഴം എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രസിപ്പിറ്റേഷനെ നമ്മൾ വിളിക്കാറുള്ളത്. Okay, so 3 forms of precipitation. ഏതൊക്കെയാണ്? റെയിൻഫോൾ, സ്നോഫോൾ ആൻഡ് ഹെയിൽ സ്റ്റോൺസ്. ഒരു ക്വസ്റ്റ്യൻ കാണാം. Which form of precipitation is most familiar to you? നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള precipitation ഏതാണ്? The most familiar and common form of precipitation in Kerala is, നമുക്കറിയാം ഏതാ? റെയിൻഫോൾ. മഴയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട്, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള precipitation. Okay, then ആ മഴയെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റെയിൻ ഒക്കേഴ്സ് ഡിഫറെൻ്റ്ലി, അതായത് പലതരത്തിലുള്ള മഴയുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ റെയിൻ ഒക്കേഴ്സ് ഡിഫറെൻ്റ്ലി. മഴ പല രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്, പല രൂപത്തിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പ്രധാനമായിട്ടും നമുക്ക് ആദ്യം ഈ ഒരു പിക്ചർ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. ഒറോഗ്രാഫിക് റെയിൻ, അതേപോലെ ബോർഡർ റെയിൻ. ഓക്കെ, ഒറോഗ്രാഫിക് റെയിൻ, ഒന്നുകൂടിയുണ്ട് convectional rain. Okay, so orographic rain, convectional rain and border rain. ഇങ്ങനെയുള്ള 3 റെയിൻഫോൾ ആണ്, 3 ടൈപ്സ് ഓഫ് റെയിൻഫോൾ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതും കൂടി പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, so rain occurs differently. Let's see the different types of rainfall. Okay, different types of rainfall ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Look at the diagram 1.20. ആദ്യത്തെ പിക്ചർ.
ഓക്കെ, അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? അവിടെ ഒരു മൗണ്ടൻ കാണുന്നുണ്ട്, ക്ലൗഡ്സ് കാണുന്നുണ്ട്, മോയ്സ്ചർ എയർ കാണുന്നുണ്ട് അല്ലേ, താഴെ ഒരു വാട്ടർ ബോഡി കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. നമുക്കിത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കി, ചിത്രം ഡയഗ്രാം നമ്മൾ നോക്കി. ദി മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദി സീ enters the land and moves upwards along the mountain slopes where it gets cooled and condensed to form clouds. ആ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ തന്നെ നമ്മൾ പിന്നെ നോക്കുക. ആ ചിത്രവും നമ്മൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചിത്രം ആവശ്യമുണ്ട്. ചിലപ്പോൾ പിക്ചർ കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഒറോഗ്രാഫിക് റെയിൻ ആണോ, കൺവെക്ഷണൽ റെയിൻ ആണോ, ബോർഡർ റെയിൻ ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആവശ്യമുണ്ട് ഈ ചിത്രം, നമുക്ക് ഈ ഒരു ഡയഗ്രാം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ നോക്കാം. ദി മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദി സീ എൻറ്റേഴ്സ് ദി ലാൻഡ്. എന്താ പറയുന്നത്? കടലിൽ നിന്ന് മോയ്സ്ചർ ലേഡൻ വിൻഡ് എന്ന് പറയുമ്പോൾ, മോയ്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ? ജലാംശമാണ്, ഈർപ്പമാണ്, ജലകണികകളാണ്, അതാണല്ലോ മോയ്സ്ചർ. സോ ദി മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദി സീ, കടലിൽ നിന്ന് ധാരാളം ജലാംശമടങ്ങിയ കാറ്റ്. ഓക്കെ, അത് പിന്നെ എന്ത് ചെയ്യാണ്? സച്ച് വിൻഡ് ഫ്രം ദി സീ എൻറ്റേഴ്സ് ദി ലാൻഡ്, കരയിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് മൂവ്സ് അപ്വേർഡ്സ് അലോങ് ദി മൗണ്ടൻ സ്ലോപ്സ്, എന്നിട്ടോ കരയിലേക്ക് പ്രവേശിച്ചിട്ട് മൗണ്ടൻ സ്ലോപ്സിലൂടെ മുകളിലോട്ട് ഉയരുന്നു. ആൻഡ് where it gets cooled, അങ്ങനെ മുകളിലെത്തി അവിടെ നിന്ന് അത് തണുക്കുന്നു, ആ വായു തണുക്കുന്നു. എന്നിട്ടോ and condensed to form clouds, തണുത്ത് അവിടുന്ന് ഘനീഭവിച്ച്, കണ്ടൻസേഷൻ സംഭവിച്ച് ക്ലൗഡ് ഫോം ചെയ്യപ്പെടുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നത്. ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് പറയാം അല്ലെ. ദി മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദി സീ, കടലിൽ നിന്നുള്ള ധാരാളം ജലാംശമടങ്ങിയിട്ടുള്ള കാറ്റ് enters the land, കരയിലേക്ക് പ്രവേശിച്ച്, and moves upwards along the mountain slopes, പർവ്വതത്തിന്റെ ചെരിവിലൂടെ ഉയർന്ന് മുകളിലേക്ക് എത്തി, where it gets cooled, മുകളിലെത്തി അവിടുന്ന് തണുത്തുറഞ്ഞ് അല്ലെങ്കിൽ തണുത്ത്, and condensed to form clouds. എന്ത് സംഭവിക്കുന്നു? കണ്ടൻസേഷൻ സംഭവിച്ച് അവിടെ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ മുകളിൽ ക്ലൗഡ് ഫോം ചെയ്യപ്പെടുന്നു. When the windward sides of the mountain receive heavy rainfall, അതായത് മൗണ്ടന്റെ ഈ ഒരു വിൻഡ്വേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതിലെയാണോ കാറ്റ് ഇപ്പൊ നമ്മൾ വീശി എന്ന് പറഞ്ഞത്, ആ സൈഡാണ് വിൻഡ്വേർഡ് സൈഡ്. സോ when the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to the descending dry air. എന്താ പറഞ്ഞത്? ഈ ഒരു മൗണ്ടന്റെ രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ. അപ്പൊ അതിന്റെ വിൻഡ്വേർഡ് സൈഡ്, അതായത് കാറ്റ് വീശി മുകളിലോട്ട് പോയ ആ ഒരു സൈഡിൽ നല്ല ഹെവി റെയിൻഫോൾ കിട്ടുന്നു. ബട്ട് ദി ലീവേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ ആ വിൻഡ് മുകളിലോട്ട് പോയ വിൻഡ്വേർഡ് സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ്, പർവ്വതം കയറി മറുഭാഗമാണ് ഇത് വിൻഡ്വേർഡ് സൈഡ് എന്ന് പറയുന്നത്. ലീവേർഡ് സൈഡ് എന്ന് പറയുന്നത് ആ മറുഭാഗമാണ്. സോ ദി ലീവേർഡ് സൈഡ്സ് ഡു നോട്ട് റിസീവ് റെയിൻഫോൾ ഡ്യൂ ടു ദി ഡിസെൻഡിങ് ഡ്രൈ എയർ. അപ്പൊ ലീവേർഡ് സൈഡിൽ കൃത്യമായ എന്ത് കിട്ടുന്നില്ല? മഴ കിട്ടുന്നില്ല. ബിക്കോസ് അവിടെ പറയുന്നു ഡ്യൂ ടു ദി ഡിസെൻഡിങ് ഡ്രൈ എയർ. അവിടേക്ക് മോയ്സ്ചർ ലേഡൻ വിൻഡ് അല്ല പോകുന്നത്, അവിടേക്ക് ഡ്രൈ എയർ ആണ് താഴ്ന്നിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മഴ കിട്ടുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ നോക്കുകയാണെങ്കിൽ ഒന്ന് വരച്ച് കാണിക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ധാരാളം എന്തുണ്ട്? ഇവിടെ സമുദ്രമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, സീ ആണ് അല്ലെങ്കിൽ ഓഷ്യൻ ആണ്, സീ ആയിക്കോട്ടെ. ഓഷ്യന്റെ അല്ലെ ലാൻഡിനോട് ചേർന്ന ഭാഗത്ത് നമ്മൾ സീ എന്നാണല്ലോ വിളിക്കുക. അപ്പൊ ആ സീന്ന്, ആ കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് ദി മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദി സീ എൻറ്റേഴ്സ് ദി ലാൻഡ്. അങ്ങനെ വീശുന്ന കാറ്റ് അല്ലെ, നമ്മുടെ എവിടുന്ന് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് എന്താ ചെയ്യുന്നത്? എൻറ്റേഴ്സ് ദി ലാൻഡ് ആൻഡ് മൂവ്സ് അപ്വേർഡ്സ് അലോങ് ദി മൗണ്ടൻ സ്ലോപ്സ്. മൗണ്ടൻ സ്ലോപ്പിലൂടെ മുകളിലോട്ട് ഉയരാണ്. എന്നിട്ട് where it gets cooled and condensed to form clouds, അവിടുന്ന് ആ വായു തണുത്ത് അവിടെ എന്തുണ്ടാവുന്നു? ക്ലൗഡ് ഫോർമേഷൻ സംഭവിക്കുന്നു. അവിടെ ക്ലൗഡ്സ് ഉണ്ടാവുന്നു. ആൻഡ് ക്ലൗഡ് ഉണ്ടായാൽ അവിടെ മഴ പെയ്യല്ലോ. when the windward sides of the mountain receive heavy rainfall, അപ്പൊ അവിടെ ക്ലൗഡ് ഫോം ചെയ്ത് ആ സൈഡ്, അതാണ് വിൻഡ്വേർഡ് സൈഡ് അല്ലെ, കാറ്റ് വീശി കയറിയ ആ ഒരു സൈഡാണ് വിൻഡ്വേർഡ് സൈഡ്. ആ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? ധാരാളം മഴ പെയ്യുന്നു. ഹെവി റെയിൻഫോൾ ആ സൈഡിൽ കിട്ടുന്നു. ഓക്കെ,
ഹെവി റെയിൻഫോൾ ആ സൈഡിൽ കിട്ടുന്നു. അതേ സമയത്ത് ഒരു മിനിറ്റ്, അപ്പൊ ഏത് ഭാഗത്താ റെയിൻഫോൾ കിട്ടാത്തത്? ഇവിടെ പറയുന്നു ദി ലീവേർഡ് സൈഡ്സ് ഡു നോട്ട് റിസീവ് റെയിൻഫോൾ ഡ്യൂ ടു ദി ഡിസെൻഡിങ് ഡ്രൈ എയർ. ഇതാണ് ലീവേർഡ് സൈഡ് എന്ന് പറയുന്നത്, ഈ ഭാഗം. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തേക്ക് എന്ത് കിട്ടുന്നില്ല? അവിടേക്ക് റെയിൻഫോൾ കിട്ടുന്നില്ല. ബിക്കോസ് ഇവിടെ പറയുന്നു ഡ്യൂ ടു ദി ഡിസെൻഡിങ് ഓഫ് ഡ്രൈ എയർ. അതായത് വരണ്ട കാറ്റാണ്, മോയ്സ്ചർ ലേഡൻ വിൻഡ് അല്ല, ഡ്രൈ എയർ ആണ് എവിടേക്ക് കിട്ടുന്നത്? ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ലീവേർഡ് സൈഡിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കിട്ടുന്നില്ല? റെയിൻഫോൾ കിട്ടുന്നില്ല, ഹെവി റെയിൻഫോൾ അവിടെ കിട്ടുന്നില്ല. Okay, so this type of rainfall is known as orographic rainfall or relief rainfall. അപ്പോൾ ലീവേർഡ് സൈഡ് ഏതാണ്, വിൻഡ്വേർഡ് സൈഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ മാറിപ്പോകരുത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ such types of rainfall, this type of rainfall is known as orographic rainfall or relief rainfall. രണ്ട് പേരും പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? orographic rainfall എന്ന് പറയുന്നു, അതല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്നും പറയുന്നു. രണ്ടിൽ ഏത് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ആൻസർ. Then the places situated at the leeward side of the mountains that do not receive any rainfall are referred to as rain shadow region. നമ്മൾ പറഞ്ഞല്ലോ ലീവേർഡ് സൈഡിൽ മഴ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ലീവേർഡ് സൈഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്, ദി പ്ലേസസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ലീവേർഡ് സൈഡ്. ഓക്കെ, ഈ ലീവേർഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേസസിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? റെയിൻ ഷാഡോ റീജിയൻസ് എന്നും വിളിക്കുന്നുണ്ട്. കാരണം അവിടെ മഴ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ദി പ്ലേസസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ലീവേർഡ് സൈഡ് ഓഫ് ദി മൗണ്ടൻസ് ദാറ്റ് ഡു നോട്ട് റിസീവ് എനി റെയിൻഫോൾ ആർ റെഫേർഡ് ടു ആസ് റെയിൻ ഷാഡോ റീജിയൻ. അപ്പോൾ റെയിൻ ഷാഡോ റീജിയൻ നമ്മൾ കണക്ട് ചെയ്യുക, എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ലീവേർഡ് സൈഡ് ഓഫ് ദി മൗണ്ടൻ. ലീവേർഡ് സൈഡും റെയിൻ ഷാഡോ റീജിയനും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കുക. ലീവേർഡ് സൈഡിലുള്ള പ്ലേസസ് ആണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഒരു റെയിൻഫോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു, ഏതാണ്? ഓറോഗ്രാഫിക് റെയിൻ ആണ്. ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വെൻ കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ, ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിമെയിൻ ഡ്രൈ, വൈ? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? കേരളത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ മഴ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ നന്നായി കേരളത്തിൽ ലഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ വെസ്റ്റ് സൈഡിൽ, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഈ ഒരു മഴ അത്ര ലഭിക്കുന്നില്ല. എന്താണ് കാരണം? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓറോഗ്രാഫിക് റെയിൻഫോൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ, ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിമെയിൻസ് ഡ്രൈ. അപ്പൊ എന്താ സംഭവം? അതിനുള്ള ഉത്തരം ഞാനിവിടെ കാണിക്കാം. അതിനു മുന്നേ നമുക്കറിയാലോ നമ്മുടെ കേരളവും തമിഴ്നാടും ഏത് രൂപത്തിലാണ് മാപ്പിലുള്ളത് നമുക്കറിയാം, അതിൻ്റെ ഒരു ജിയോഗ്രഫി നമുക്കറിയാം. എങ്കിലും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അല്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കിടക്കാവുമ്പോൾ അറിയാലോ, ഏകദേശം വരയ്ക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കേരളമാണെങ്കിൽ ഇതാണ് ഇത് തമിഴ്നാട്. അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഇടയിൽ നമുക്കറിയാം എന്തുണ്ട്? ഒരു വലിയ കട്ടിക്കൂട്ടി വരയ്ക്കാം. ഓക്കെ, രണ്ടിൻ്റെ ഇടയിൽ എന്തുണ്ട്? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഇടയിലായിട്ട് വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്, പശ്ചിമഘട്ട മലനിരകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓറോഗ്രാഫിക് റെയിൻഫോളിൽ നമ്മൾ മൗണ്ടൻസിന്റെ പ്രസൻസ് പറഞ്ഞു. അപ്പൊ കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഇടയിൽ എന്തുണ്ട്? ഇങ്ങനെ ഒരു വെസ്റ്റേൺ ഘാട്ട് അവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു പർവ്വതം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ എന്ന് പറയുന്നത് ഏത് ഭാഗത്തുനിന്ന് വീശുന്ന കാറ്റാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തുനിന്ന് വീശുക? നമുക്കറിയാലോ, അതിന്റെ സൈഡ് എന്ന് പറയുന്നത് അല്ലെ ഏതാണ്? ഇതാണ് സൗത്ത്, ഇതാണ് വെസ്റ്റ്. ഇപ്പൊ രണ്ടിന്റെ ഇടയിൽ നിന്ന് ഈ ഡയറക്ഷനിലാണ് വീശുന്നത്, ഈ ഡയറക്ഷനിലാണ് കാറ്റ് വീശുന്നത്. തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നല്ല വീശുന്നത് കേരളത്തിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അങ്ങനെ വീശുന്ന ഒരു പിന്നെ ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഓറോഗ്രാഫിക് റെയിൻഫോളിൽ വിൻഡ്വേർഡ് സൈഡിലാണ് ഹെവി റെയിൻഫോൾ കിട്ടുന്നത്, ലീവേർഡ് സൈഡിൽ എന്ത് കിട്ടുന്നില്ല?
മഴ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം കേരളം കിടക്കുന്നത് ഏത് സൈഡിലാണ്? വിൻഡ് വേർഡ് സൈഡിലാണ്, അല്ലെ? വിൻഡ് വേർഡ് സൈഡിലാണ്. ഈ ഭാഗത്താണ് ക്ലൗഡ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നതും ഈ ഭാഗത്താണ് കൂടുതൽ മഴ കിട്ടുന്നത്. എന്നാൽ തമിഴ്നാട് എന്ന് പറയുന്നത്, അല്ലെ, തമിഴ്നാട് എവിടെ കിടക്കുന്നത്? തമിഴ്നാട് കിടക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലീവേർഡ് സൈഡിലാണ്. ലീവേർഡ് സൈഡിലാണ് തമിഴ്നാട് കിടക്കുന്നത്. അവിടേക്ക് മോയ്സ്ചർ ലേഡൻ വിൻഡ് അല്ല എത്തുക, മറിച്ച് എന്താ എത്തുക? നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ വിൻഡ് ആണ് അവിടേക്ക് താഴ്ന്നിറങ്ങുന്നത്. മോയ്സ്ചർ കണ്ടന്റ് ഉള്ള വിൻഡ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ റെയിൻഫോൾ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു പിക്ചർ, ഈ ഒരു മാപ്പ് വരച്ചുകൊണ്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു അതിൻ്റെ കറക്റ്റ് ഉള്ള ഒരു രീതി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇടക്ക് അങ്ങനെ ഒരു എന്തുണ്ട്, നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് ഉണ്ട്, അതിൻ്റെ ഒരു പ്ലേസ് എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. എങ്കിലും അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അത് ഞാൻ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമുക്ക് വായിക്കാം. വെൻ കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ, ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിമെയിൻ ഡ്രൈ. വൈ? ഓക്കെ, അപ്പോൾ ആൻസർ എന്താ ഇവിടെ കാണാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓറോഗ്രാഫിക് റെയിൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഓറോഗ്രാഫിക് റെയിനുള്ള ഒരു എക്സാമ്പിൾ ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ. ആൻഡ് കേരള ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഘാട്ട്. ദാറ്റ് മീൻസ് കേരള ലൈസ് ഇൻ ദി വിൻഡ്വേർഡ് സൈഡ് ഓഫ് ദി മൗണ്ടൻ. സോ കേരള റിസീവ്സ് ഗുഡ് റെയിൻഫോൾ. കേരളം എവിടെയുള്ളത്? വിൻഡ്വേർഡ് സൈഡിലാണ് പർവ്വതത്തിന്റെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല ഹെവി റെയിൻഫോൾ കിട്ടുന്നു. ബട്ട് തമിഴ്നാടു ലൈസ് ഇൻ ദി ലീവേർഡ് സൈഡ് ഓഫ് ദി വെസ്റ്റേൺ ഘാട്ട്. വെസ്റ്റേൺ ഘാട്ടിന്റെ ലീവേർഡ് സൈഡിലാണ് ആര് കിടക്കുന്നത്? തമിഴ്നാട് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡ്രൈ വിൻഡ് റീച്ചസ് ദർ. അവിടേക്ക് ഡ്രൈ വിൻഡ് ആണ് എത്തുന്നത്, മോയ്സ്ചർ ലേഡൻ വിൻഡ് അല്ല. സോ ഇറ്റ് ഈസ് ഡ്രൈ വിൻഡ് റീച്ചസ് തമിഴ്നാടു വിച്ച് ഫെയിൽ ടു ഗീവ് റെയിൻ ഇൻ ദിസ് ഏരിയ. അങ്ങനത്തെ വിൻഡ് അവിടെ മഴ കൊടുക്കുന്നുണ്ടോ? മഴ കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് എ റെയിൻ ഷാഡോ റീജിയൻ. ദാറ്റ്സ് വൈ തമിഴ്നാടു റിമെയിൻ ഡ്രൈ ഡ്യൂറിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. അപ്പോൾ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി യു ഹാവ് ലേൺഡ് the characteristics of equatorial climatic region. Equatorial climatic regionന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ പറയുന്നു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ റെയിൻസ് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് ദിസ് റീജിയൻ. ഇക്വറ്റോറിയൽ റീജിയൻ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയോട് ചേർന്ന്, ഇക്വേറ്ററിനോട് ചേർന്നുകൊണ്ടുള്ള ആ ഒരു റീജിയനാണ്. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഹൈ ഇന്റൻസിറ്റിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു റീജിയനാണ്. അപ്പൊ അവിടുത്തെ ഒരു പെക്യൂലിയാരിറ്റി ആണെന്ത്? ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന താപനില, ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ റെയിൻസ്, മിക്കവാറും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മഴ. ഇങ്ങനെയുള്ള ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന്റെ ഒരു പ്രത്യേകതയാണ്. ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ്. ഉയർന്ന ടെമ്പറേച്ചർ കാരണം, ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ്, അതായത് പിന്നെ വായു എന്ത് ചെയ്യുന്നു? ചൂടാവുന്നു. ആൻഡ് റൈസസ് അപ്പ്, ചൂടായ വായു എന്ത് ചെയ്യും? അത് വികസിച്ച് മുകളിലോട്ട് ഉയരാണ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ്, ഇവിടെ പറയുന്നു, വാട്ട് ഈസ് ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ്. നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താ? നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. വാട്ട് ഈസ് ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ്? കൺവെക്ഷൻ. ഏതാ കൺവെക്ഷൻ? ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ്. ഉയർന്ന ടെമ്പറേച്ചർ കാരണം വായു ചൂടാവുന്നു. ആൻഡ് ഹീറ്റഡ് എയർ rises up, expands and rises up. ഉയർന്ന ചൂടായ വായു വികസിച്ച് മുകളിലോട്ട് ഉയരുന്നു. This process is called convection. Okay, so cumulus clouds are formed by the cooling and condensation of rising warm air. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കൺവെക്ഷന്റെ ഭാഗമായിട്ട് മുകളിലോട്ട് എയർ എത്തുന്നുണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു എയർ എവിടെ എത്തുന്നു? എയർ മുകളിലോട്ട് എത്തുന്നു. rises up, such air gets heated and rises up. ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ്. അങ്ങനെ മുകളിലോട്ട് എത്തുന്ന ഈ ഒരു എയർ കാരണം ഉണ്ടാവുന്ന ക്ലൗഡാണ് ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദി കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. ഓക്കെ, ഇങ്ങനെ മുകളിലോട്ട് എത്തിയിട്ടുള്ള ഈ ഒരു വാം എയർ ഉണ്ടല്ലോ, ചൂടായ വായു ഉണ്ടല്ലോ, അത് മുകളിലെത്തി കണ്ടൻസേഷൻ അത് കൂളായി കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫോം ചെയ്യപ്പെടുന്ന ക്ലൗഡ്സ് ആണ് ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പൊ ഇങ്ങനെയുള്ള ക്യുമുലസ് ക്ലൗഡ്സ് പിന്നീട് അത് റെയിൻഫോൾ ആയി മാറുന്ന സമയത്ത് എങ്ങനെയുള്ള റെയിൻഫോൾ ആ സച്ച് പ്ലേസസിൽ ഇങ്ങനെയുള്ള പ്ലേസസിൽ കിട്ടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡെയിലി ആഫ്റ്റർനൂൺ റെയിൻസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രത്യേകതയാണ് ആഫ്റ്റർനൂൺ റെയിൻസ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇടിമിന്നലോട് കൂടിയ
ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇതിന്റെ പ്രത്യേകത. സോ ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കറിംഗ് ഇൻ ദി ആഫ്റ്റർനൂൺ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ മഴയുടെ പ്രത്യേകത മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള മഴ ഉണ്ടാവുക. ആൻഡ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കില്ല. Okay, this rain mostly occurring in the afternoon and does not last long. This type of rainfall is called convectional rainfall. ഇങ്ങനെയുള്ള മഴയെ വിളിക്കുന്ന പേരാണ് convectional rainfall. Okay. അപ്പോൾ cumulus clouds are formed by the cooling and condensation of rising warm air. Rainfall occurs with thunder and lightning. This rain, mostly occurring in the afternoon, does not last long, and such types of rainfall is called convectional rainfall. സംവഹന വൃഷ്ടി എന്നൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ മലയാളം ഈ പറഞ്ഞിട്ടുള്ള ഓറോഗ്രാഫിക് റെയിൻഫോളിന്റെ മലയാളം പറയുകയാണെങ്കിൽ ശൈലവൃഷ്ടി എന്നാണ്. ഓക്കെ, ആവശ്യമില്ല എങ്കിലും പറഞ്ഞതാണ്. കൺവെക്ഷണൽ റെയിൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ സംവഹന വൃഷ്ടി എന്ന് പറയാം. വൃഷ്ടി എന്ന് പറയുമ്പോൾ മഴ പെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ. Okay, this is a common phenomena in the tropical regions during summer. Summer seasonൽ ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു നിത്യ സംഭവമാണ്, ഒരു കോമൺ പ്രതിഭാസമാണ് ഏത് ഈ പറയുന്ന കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് അവർ കൺട്രി, നമ്മുടെ ഇന്ത്യ ഈ പറയുന്ന ഏതിൽ പെട്ടതാണ്? ട്രോപ്പിക്കൽ റീജിയനിൽ പെട്ടതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ വിടുമ്പോൾ നമ്മുടെ കേരളവും. അപ്പൊ നമുക്കറിയാം ചില സമയത്ത്, അതായത് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം, നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചെറിയ മഴകൾ ഉണ്ടാവാറുണ്ട്. വേനൽ മഴ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള മഴകൾ ഈ പറയുന്ന എന്തിന് എക്സാമ്പിൾ? കൺവെക്ഷണൽ റെയിൻഫോളിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ കൺവെക്ഷണൽ റെയിൻഫോൾ ഈസ് എ കോമൺ ഫെനോമെന ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻസ് ഡ്യൂറിങ് സമ്മർ. അപ്പൊ രണ്ട് റെയിൻഫോൾ നോക്കിക്കഴിഞ്ഞു, ഓറോഗ്രാഫിക് റെയിൻ ആൻഡ് കൺവെക്ഷണൽ റെയിൻ. ഇനി ഏതാ ബാക്കിയുള്ളത്? ബോർഡർ റെയിൻ ആണ്. ഈ ബോർഡർ റെയിൻ നമുക്ക് എന്താ പറയാം? ബോർഡർ എന്ന് പറയുമ്പോൾ അതിർത്തിയാണ്. അപ്പൊ ഏതോ അതിർത്തിയിൽ പെയ്യുന്ന, ബോർഡറിൽ പെയ്യുന്ന റെയിൻ ആണ്. അപ്പൊ ഏത് ബോർഡറാണ് നമുക്ക് നോക്കാം. അടുത്ത പേജിലേക്ക് പോവാം. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പേജ് ആണ്. There is always a difference in the atmospheric temperature over land and sea. Okay, there is always difference in the atmospheric temperature over land and sea. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലാൻഡിന്റെ മുകളിലും സീന്റെ മുകളിലും ഒരേ ടെമ്പറേച്ചർ അല്ല. അതിലെന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രണ്ടിന്റെ മുകളിലും ഒരേ ടെമ്പറേച്ചർ അല്ല. അപ്പോ ഇഫ് ദി എയർ ഓവർ ദി സീ comes in contact with the air over the land in the coastal region. അപ്പൊ ലാൻഡിന്റെ മുകളിലുള്ള ടെമ്പറേച്ചറും സീന്റെ മുകളിലുള്ള ടെമ്പറേച്ചറും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ രണ്ട് ടെമ്പറേച്ചറും വരുന്ന ഭാഗം, ദി എയർ ഓവർ ദി സീ, സീന്റെ മുകളിലുള്ള എയറും അതേപോലെ സീ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി എയർ ഓവർ ദി ലാൻഡ് ഇൻ ദി കോസ്റ്റൽ റീജിയൻ. അപ്പോൾ ഈ കോസ്റ്റൽ റീജിയൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡർ ബിറ്റ്വീൻ ലാൻഡ് ഏരിയ ആൻഡ് സീ ഏരിയ, അല്ലെ? സീ ആൻഡ് ലാൻഡ്, ലാൻഡിന്റെയും സീന്റെയും ഇടയിലുള്ള ബോർഡർ ഏതാണ്? കോസ്റ്റൽ റീജിയനാണ്, തീരപ്രദേശമാണ്, നമുക്കറിയാലോ. അപ്പൊ ആ കോസ്റ്റൽ റീജിയനിൽ വെച്ച് ഏതൊക്കെയാ കോണ്ടാക്റ്റിൽ വരുന്നത്? ദി എയർ ഓവർ ദി സീ, കടലിന്റെ മുകളിലുള്ള വായുവും, ദാറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി എയർ ഓവർ ലാൻഡ്, കരയുടെ മുകളിലുള്ള വായുവും തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയാണ്, സമ്പർക്കത്തിൽ വരികയാണ്. എവിടെ? ഇൻ ദി കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശങ്ങളിൽ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ദി വാം എയർ വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ് കോസിങ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻഫോൾ. അപ്പൊ ഇങ്ങനെ ലാൻഡിന്റെ മുകളിലുള്ള എയറും സീന്റെ മുകളിലുള്ള എയറും കോസ്റ്റൽ റീജിയനിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, രണ്ടും പരസ്പരം സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഏതാണോ വാം എയർ, ലാൻഡിന്റെ മുകളിലുള്ളതാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ സീന്റെ മുകളിലുള്ളതാവാം. ഓക്കെ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, രാവും പകലും അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഏതാണോ വാം എയർ, ആ വാം എയർ എന്ത് സംഭവിക്കുന്നു? ദ വാം എയർ വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ്. ആ ചൂടുള്ള വായു എവിടെയാണോ, കമ്പാരിറ്റീവ്ലി എവിടെയാണോ ടെമ്പറേച്ചർ കൂടിയ എയർ ഉള്ളത്, such air will be pushed upwards. അങ്ങനെയുള്ള എയർ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് തള്ളപ്പെടുന്നു. പുഷ്ഡ് അപ്വേർഡ്സ്, മുകളിലോട്ട് തള്ളപ്പെട്ട ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് കോസിങ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻഫോൾ. നേരത്തെ പറഞ്ഞതുപോലെ മുകളിലെത്തി, തണുത്ത്, കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടായി. അങ്ങനെ അവിടെ പെയ്യുന്ന റെയിൻ ആണ്, മഴയാണ്. ഏത് റെയിൻഫോൾ? ബോർഡർ റെയിൻ എന്നറിയപ്പെടുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോൾഡ് ബോർഡർ റെയിൻ. Okay, so there is always a difference in the atmospheric temperature over land and sea. If the air over the sea comes in contact with the air over the land in the coastal regions, the warm air will be pushed upwards,
causing cloud formation and rainfall. Such type of rainfall is called border rain. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അവസാനത്തെ 2 പാരഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊരു ജനറൽ കൺക്ലൂഷനാണ്, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. ഈ ഒരു ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ എക്സാമിലേക്ക് നമുക്ക് ആവശ്യമുള്ള യാതൊന്നും തന്നെ അതിലില്ല. നമ്മൾ എക്സ്ട്രാ റീഡിംഗ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഈ ഒരു എക്സ്ട്രാ റീഡിംഗ് പാസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എക്സാമിലേക്ക് ആവശ്യമില്ല, നോട്ട്സിലേക്ക് അതിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതേണ്ടതുമില്ല. എനിവേ, ഇത്രയും കാര്യങ്ങൾ ബോർഡർ റെയിൻ വരെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട്, ഒരു പുതിയ യൂണിറ്റുമായിട്ട്, ഒരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.